നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈനയുടെ ഒരു വലിയ സ്വപ്നം അത് വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ട്രംപ് മോദി സഖ്യം. ട്രംപും മോദിയും അമേരിക്കയിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നത് പാകിസ്ഥാന്റെയും ചൈനയുടെയും എക്കാലത്തെയും വലിയ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി ഇന്ത്യ യൂറോപ്പ് എന്ന ഇടനാഴി സാക്ഷാത്കരിക്കാനുള്ള വലിയ മറുപണിയാണ് അവർക്ക് നൽകുന്നത്. കൂടാതെ പ്രതിരോധ മേഖലയിലടക്കം ഇന്ത്യ അമേരിക്ക ബന്ധം സുശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അമേരിക്കയിൽ നിന്നും ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളായിരിക്കും ഇന്ത്യയിലേക്ക് പറന്നിറങ്ങാനായി പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്കൻ സന്ദർശനം ഇന്നു മുതൽ ആരംഭിക്കുന്നു. ഇമ്മാനുവൽ മക്രോണും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിലൂടെ ഇന്ത്യ US ബന്ധങ്ങൾ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക്, കൂടുതൽ ശക്തിപ്പെടുന്ന തലങ്ങളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഫെബ്രുവരി 10-12 തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന AI ആക്ഷൻ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഉച്ചകോടിയുടെ സഹ അധ്യക്ഷ സ്ഥാനം ഇന്ത്യക്കാണ്. ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ അത് മുൻനിർത്തി തന്നെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി നരേന്ദ്രമോദി ചർച്ച നടത്തുന്നത്. ശേഷം മാർസെയ് നഗരത്തിലെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്ഘാടനം കൂടിയാണ് നിർവഹിക്കുക. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്കടക്കം വലിയ ഉത്തേജനം നൽകുന്ന രീതിയിലായിരിക്കും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി IMEC പദ്ധതിയിൽ നിർണായക തീരുമാനം ഇപ്പോൾ കൈക്കൊള്ളാനായി പോകുന്നത്. അമേരിക്കൻ സന്ദർശനത്തിനിടയിലാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ച ഏകോപിപ്പിക്കുന്നത്. IMEC പദ്ധതിയുടെ പ്രധാന പങ്കാളി അദാനി ഗ്രൂപ്പാണ്. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം, സാമ്പത്തിക സഹകരണം എന്നീ വിഷയങ്ങളിലൊക്കെ ചർച്ച നടക്കുമെന്ന സൂചന ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. ചൈനയുടെ പദ്ധതിക്ക് വലിയ തിരിച്ചടി വരുന്ന രീതിയിൽ, അതിന് മറുപടി എന്ന രീതിയിൽ ഈ പദ്ധതിയെ നമുക്ക് ഉയർത്തിക്കാട്ടാനായി സാധിക്കും. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെ ചൈന ഇന്ത്യൻ അതിർത്തി മേഖലകളെ കൈയടക്കാനായി ശ്രമിക്കുമ്പോൾ, വ്യാപാര മേഖല പിടിച്ചെടുക്കാനായി പദ്ധതിയിടുമ്പോൾ അതിന് ബദൽ രീതിയിലെന്ന രീതിയിൽ ബഹുരാഷ്ട്ര അടിസ്ഥാന സൗകര്യ സംരംഭമായി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയെ അവതരിപ്പിക്കുകയാണ് ഇന്ത്യ. മിഡിൽ ഈസ്റ്റ് വഴി ഇന്ത്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് IMEC എന്ന് പറയുന്നത്. ഇന്ത്യ, UAE, സൗദി അറേബ്യ, ഇസ്രയേൽ, യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം 4500 കിലോമീറ്റർ വരുന്ന വ്യാപാര പാത, അന്താരാഷ്ട്ര വ്യാപാര പാതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമ്പരാഗത കടൽ പാതകളെ അപേക്ഷിച്ച് ഗതാഗത സമയത്തെ ഗണ്യമായി കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കും. പല രാജ്യങ്ങളിലൂടെയും കയറി വരുന്നത് കൊണ്ട് തന്നെ കടൽ വഴി ചുറ്റപ്പെട്ടു വരുന്ന സമുദ്രപാതയെ പരമാവധി കുറയ്ക്കാനും സമയലാഭത്തിനും പണലാഭത്തിനും ഇത് ഉപകരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിലൂടെ ചൈനയ്ക്കുണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമാണ്. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ മറ്റൊരു നേട്ടം കൂടി ഇന്ത്യക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടായി തന്നെ ഈ സന്ദർശനം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയിൽ നിന്നും യുദ്ധവാഹനങ്ങളും യുദ്ധവിമാനങ്ങളും വാങ്ങാനായി സഹനിർമ്മാണത്തിന് വേണ്ടിയും ഇന്ത്യ അമേരിക്ക ചർച്ച നടക്കുമെന്നാണ് കരുതുന്നത്. പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ ചർച്ചയിലൂടെയൊക്കെ തന്നെ സാധിക്കും. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തോടെ ഇതിൽ പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന സ്ട്രൈക്കർ യുദ്ധവിമാനങ്ങളുടെ സഹനിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചയും മറുഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഇന്ത്യ പ്രധാനമായും യുദ്ധവിമാനങ്ങളെയും ആയുധ കോപ്പുകളെയും ഒക്കെ ആശ്രയിക്കുന്നത് റഷ്യയിൽ നിന്നാണ് പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തന്നെ സാധാരണഗതിയിൽ ഏറ്റവും അധികമായി ഇറക്കുമതി ചെയ്യാറുള്ളത്. എന്നാൽ ഇതിന് ബദലായി അമേരിക്കൻ നിർമ്മിത യുദ്ധോപകരണങ്ങൾ കൂടി വാങ്ങണമെന്ന് പ്രധാനമന്ത്രിയോട് ട്രംപ് ആവശ്യപ്പെട്ടുവെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് അമേരിക്കയുടെ പക്കൽ ഇന്ത്യക്ക് ഉതകുന്ന രീതിയിലുള്ള, ഇന്ത്യയുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങൾ വാങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ഇത്തവണത്തെ ബജറ്റിൽ 10% അധികമാണ് പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവച്ചിരിക്കുന്ന ബജറ്റ് വിഹിതം. അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ ഭാഗമായി പുതിയ തുറമുഖങ്ങൾ, റെയിൽ ശൃംഖലകൾ, ഊർജ്ജ പദ്ധതികൾ എന്നിവയൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയിലൂടെ ലക്ഷ്യം വയ്ക്കുകയാണ്. പങ്കാളിത്ത രാജ്യങ്ങൾക്കൊക്കെ തന്നെ പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ, അവർക്കൊക്കെ തന്നെ ഇതിൻ്റെ ഗുണഫലം കിട്ടുന്ന രീതിയിൽ തന്നെയാണിത് വിഭാവനം ചെയ്യുന്നത്. ഇതുകൂടാതെ ഇന്ത്യ ഇസ്രയേൽ ഹൈഫ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് അവകാശം കൂടി ഏറ്റെടുക്കുന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. നടത്തിപ്പ് അവകാശം എന്ന് പറയുമ്പോൾ അത് തുറമുഖത്തിൻ്റെ 70% ഓഹരികൾ വാങ്ങി അദാനി ഗ്രൂപ്പ് തന്നെയായിരിക്കും മുന്നോട്ട് നീങ്ങുന്നത്. ഈ പദ്ധതിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഇടനാഴിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇത് മാറുകയും ചെയ്യും. ഇന്ത്യ ഇസ്രയേൽ ബന്ധം കൂടുതൽ ശക്തിപ്പെടുക എന്നുള്ളത് മാത്രമല്ല, മെഡിറ്ററേനിയൻ മേഖലയിൽ ഇന്ത്യക്ക് വലിയ തോതിൽ തന്നെ ഒരു മേൽക്കൈ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല.
ഒരു വലിയ അടിത്തറ പാകാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക ശ്രമമായി തന്നെയാണ് ഇതിനെയൊക്കെ തന്നെ നോക്കിക്കാണേണ്ടത്. അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വലിയ വ്യാപാര യുദ്ധത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും ശക്തമായ പോർവിളി ഉയർത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ട്രംപ് വീണ്ടും തീരുവ വർധനവ് പ്രഖ്യാപിച്ചത് ഈയടുത്ത് പുറത്തു വന്നിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഏറെ ആകാംക്ഷയോടുകൂടിയും ഭയത്തോടുകൂടിയും ആശങ്കയോടും നോക്കിക്കാണുന്ന ഒരു വിഷയം. എന്നാൽ ഇന്ത്യക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നും എല്ലാം ശാന്തമായി തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്നും ഇന്ത്യയെ സുഹൃത്തായി കാണുന്നു, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും അടുത്ത സുഹൃത്തായി കാണുന്ന ട്രംപ് അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നുള്ള സൂചനയുമാണ് ലഭിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതികൾക്കാണ് തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിലവിലുള്ള ലോഹ തീരുവകൾക്ക് പുറമേ തന്നെ 25% അധിക തീരുവ കൂടി ചുമത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഏറ്റവും അധികം തിരിച്ചടി നൽകിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, കാനഡയ്ക്കാണ്. കാരണം അമേരിക്കയിലേക്ക് ഏറ്റവും അധികം സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതി നടത്തുന്നത് കാനഡ തന്നെയാണ്. US-ലേക്കുള്ള മൊത്തം സ്റ്റീൽ ഇറക്കുമതിയുടെ 79% കാനഡയിൽ നിന്നാണ് എത്തിക്കുന്നത്. കാനഡയ്ക്ക് പുറമെ ബ്രസീൽ, മെക്സിക്കോ, ദക്ഷിണ കൊറിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളും അമേരിക്കയിലേക്ക് സ്റ്റീൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ പുതിയ നയമനുസരിച്ച് അമേരിക്കൻ കനേഡിയൻ ബന്ധം കൂടുതൽ മോശമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വളരെ ഗുരുതരമായ വഷളായ രീതിയിലേക്ക് കടക്കുമെന്നതിൽ ഒട്ടും തന്നെ അമാന്തിക്കേണ്ട ആവശ്യവും വരുന്നില്ല. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി നടക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയൊക്കെ വലിയ ഉണർവ് തന്നെയായിരിക്കും ഇനി നേടിയെടുക്കാനായി പോകുന്നത്. വലിയ മാറ്റം തന്നെയായിരിക്കും അമേരിക്കയുമായി വ്യാപാര ബന്ധത്തിലടക്കം കടക്കുമ്പോൾ ഇന്ത്യക്ക് ലഭിക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ചർച്ചകളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള കരാർ അന്തിമമാക്കാൻ വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥരും US-ലെ പ്രതിരോധ മേഖലയിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ പ്രത്യേകമായ ചർച്ചകൾ ഏകോപിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് തിരിക്കുന്നതിന് മുൻപ് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ പ്രതിരോധ മേഖല മാത്രമല്ല, നിക്ഷേപം, സുരക്ഷ, വ്യാപാരം, സാങ്കേതികവിദ്യ തുടങ്ങിയ വിവിധ വിഷയങ്ങളെപ്പറ്റി തന്നെയായിരിക്കും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.